ഓക്കെ, നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ സെക്കൻഡ് മോഡ്യൂളിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസിനെ പറ്റിയാണ്. അതിന് മുമ്പ് എന്താണ് ബീം എന്ന് പറയുന്നത്? മെക്കാനിക്കൽ ബീം. എ ബീം ഈസ് എ സ്ട്രക്ചർ മെമ്പർ സബ്ജക്റ്റഡ് ടു ലാറ്ററൽ ലോഡ്സ്, ദാറ്റ് ഈസ് ഫോഴ്സസ് ഓർ മൊമെൻറ്റ്സ് ഹാവിംഗ് ദ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ലോങ്കിറ്റ്യൂഡിനൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഒരു ബീം എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് വരാം. ഓക്കെ, അപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുക, ഒരു 2 ഡയമെൻഷണൽ ബീം കൺസിഡർ ചെയ്യുക. അതിൻ്റെ മൂവ്മെൻറ്റ് ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ എവറി പോയിൻറ്റ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം ക്യാൻ ഹാവ് മാക്സിമം ഓഫ് 2 ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് 1 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി എന്താണ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം, DOF, ആൻഡ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം? അതായത് ബീമിലെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, ഏതെങ്കിലും ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ആ ഒരു പോയിൻ്റിൽ നിന്നുകൊണ്ട് മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് X ആക്സിലും Y ആക്സിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിൻറ്റിന് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക DOF എന്നാണ്. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. കോമൺലി ദർ വിൽ ബി 3 ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പോൾ ആ ഒരു ഫിഗറിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത്, ആ ഒരു ബീമിൻ്റെ 1 സൈഡ് ഈസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ ടു മൂവ്. ആ ഒരു ഫിക്സഡ് പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അല്ലെങ്കിൽ ക്ലാംപ്ഡ് ആണ്. അവിടെ നമ്പർ ഓഫ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആണ്. ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ X ആക്സിലും Y ആക്സിലും മൂവ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നതും 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഗൈഡഡ് ബൗണ്ടറി കണ്ടീഷൻ. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 എൻഡ് ഫിക്സഡ് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഒരു മാസി ഒബ്ജക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എൻഡിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ്മെൻറ്റ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും. 2 ഡയറക്ഷനിലും മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അതായത് 2 ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ബട്ട് അവിടെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം, അതായത് ഫ്രീ ബൗണ്ടറി കണ്ടീഷനാണ്. ആ ഒരു ഫിഗർ നോക്കുക. ആ ഒരു ഫിഗറിൽ 1 എൻഡ് ഫിക്സഡ് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറ്റേ എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്. അപ്പോൾ ആ ഒരു തിൻ ബീം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഒരു തിൻ ബീം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആംഗുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. ദീസ് ബീംസ് ആർ കോമൺലി നോൺ ആസ് ഫ്ലക്ഷറൽ ബീംസ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലാറ്ററൽ ലോഡ്സിനനുസരിച്ച് അത് ഡീഫോം ചെയ്യും, അതായത് അത് ബെൻഡ് ചെയ്യും. മെംസിൽ കോമൺലി യൂസ് ചെയ്യുന്ന ബീമാണ് കാൻഡിലിവർ. അതായത് അതിൻ്റെ 1 എൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ടു മൂവ് ആയിരിക്കും. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഫിക്സഡ് ഫ്രീ ബീം ഓർ കാൻഡിലിവർ. കാൻഡിലിവേഴ്സ് കൂടാതെ യൂസ് ചെയ്യുന്ന മറ്റ് ബീംസാണ് ഫിക്സഡ് ബീം, ദറ്റ് ഈസ് ബ്രിഡ്ജസ്. മറ്റൊരു ടൈപ്പാണ് ഫിക്സഡ് ഗൈഡഡ് ബീംസ്. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. മെംസിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ ബീമും നമുക്ക് നോക്കാം, അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കാം. ഇനി ഫസ്റ്റ് ബീം നമുക്ക് ചെക്ക് ചെയ്യാം. അതൊരു നോർമൽ ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ ബീമാണ്. ആ ബീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്. ആ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ബേസ് മെറ്റീരിയലാണ്. സോ വിത്ത് ദ ഫ്രീ ടിപ്പ് it is capable of moving in a direction normal to the substrate. Okay.
നെക്സ്റ്റ് ടൈപ്പ് ബീം നോക്കാം. ദറ്റ് ഈസ് എ ഫിക്സഡ് ബീം. ഇറ്റ് ഈസ് നോൺ ആസ് ബ്രിഡ്ജ്. അപ്പോൾ ഇറ്റ് ഈസ് പാരലൽ ടു ദ സബ്സ്ട്രേറ്റ് പ്ലെയിൻ. രണ്ട് എൻഡും ഫിക്സഡ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡയറക്ഷനിൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണ്, മിഡിൽ പോയിൻറ്റിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബെൻഡ് ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബീം നോക്കാം. അതൊരു ബ്രിഡ്ജാണ്, ബട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു സ്റ്റിഫ് ഓബ്ജക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് എ ഫിക്സഡ് കാൻഡിലിവർ പാരലൽ ടു ദ സബ്സ്ട്രേറ്റ് പ്ലെയിൻ വിത്ത് എ തിക്ക് ആൻഡ് സ്റ്റിഫ് പാർട്ട് ഇൻ ദ മിഡിൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ടു ഫിക്സഡ് ഗേറ്റഡ് ബീംസ് ജോയിൻറ്റ് ഇൻ പാരലൽ ടു സപ്പോർട്ട് എ റിജിഡ് പാർട്ട്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്ന ബീം നേരത്തെ പറഞ്ഞ പോലൊരു ബീം തന്നെയാണ്. ഇറ്റ് ഇസ് എ ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ വിത്ത് എ ഫ്രീ എൻഡ് കേപ്പബിൾ ഓഫ് മൂവ്മെൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ സബ്സ്ട്രേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു നോർമൽ കാൻഡിലിവർ ആണ്. അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ സബ്സ്ട്രേറ്റ്. ഈ നെക്സ്റ്റ് ബീം ചെക്ക് ചെയ്യാം. അതും ഒരു ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ ബീമാണ് വിത്ത് എ ഫ്രീ ആൻഡ് കേപ്പബിൾ ഓഫ് മൂവ്മെൻറ്റ് വിത്തിൻ ദ സബ്സ്ട്രേറ്റ്. ഒരു വ്യത്യാസമുള്ളത് ഇറ്റ്സ് തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാൻഡിലിവർ ബീമുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യം അതിൻ്റെ തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. പാരലൽ ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് പോസിബിളാണ്, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ഹാവ് മച്ച് ഗ്രേറ്റർ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ബീം നോക്കാം. അതൊരു ബ്രിഡ്ജാണ്, അതായത് ഒരു ഫിക്സഡ് ബീം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബീം ഈസ് ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ ക്യാരിയിങ് എ സ്റ്റിഫ് ഓബ്ജക്റ്റ് അറ്റ് ദ എൻഡ്. ആ ഒരു എൻഡിൽ ഒരു സ്റ്റിഫ് ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റിഫ് ഓബ്ജക്റ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഫ്ലക്ഷറൽ ബെൻഡിങ് ഡ്യൂ ടു ഇൻക്രീസ് തിക്നെസ്. അതായത് നോർമൽ ബീംസിലാണെന്നുണ്ടെങ്കിൽ ദ വിൽ ബി ഫ്ലക്ഷറൽ ബെൻഡിങ് ബേസ്ഡ് ഓൺ ദ ലോഡ്, അപ്ലൈഡ് ലോഡ്. പക്ഷേ ഇവിടെ ആ ഒരു സ്റ്റിഫ് ഓബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലീനിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ബട്ട് ആംഗുലാർ ചേഞ്ച് ഉണ്ടാവത്തില്ല, ഒരു ഫ്ലക്ഷറൽ ബെൻഡിങ് ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് ബീം എന്ന് പറയുന്നതും ഫിക്സഡ് ബീമാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മിഡിൽ പോയിൻറ്റിൽ ഒരു മാസി ഒബ്ജക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫാബ്രിക്കേഷൻ മെത്തേഡ് വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ ഒരു മാസി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ബോട്ടം സൈഡിലാണ്. നെക്സ്റ്റ് ബീം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ വിത്ത് ഫോൾഡഡ് ലെങ്ത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഫിക്സഡ് ഫ്രീ ബീം സെഗ്മെൻറ്റ്സ് ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ആ ഒരു ഫ്രീ എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെൻറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ സബ്സ്ട്രേറ്റ് സർഫസ്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ടു ഫിക്സഡ് ഫ്രീ കാൻഡിലിവർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി മോർ സ്റ്റിഫർ ദാൻ ദ നോർമൽ വൺ. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ഒരു ബീം ചെക്ക് ചെയ്യുക. ആക്ച്വലി അവിടെ 4 ഫിക്സഡ് ഗേഡഡ് ബീംസ് ഉണ്ട്. ഈ 4 ബീംസിൻ്റെയും ആ ഒരു ഗേഡഡ് പോർഷൻ ദറ്റ് ഈസ് കോമൺലി കണക്റ്റഡ് ടു എ മാസി ബോഡി. ഈ ഒരു മാസി ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലൗഡ് ടു മൂവ് ഇൻ ദ സബ്സ്ട്രേറ്റ് പ്ലെയിൻ. ഒരു മൈക്രോ സിസ്റ്റത്തിൽ കോമൺലി യൂസ് ചെയ്യുന്ന കാൻഡിലിവേഴ്സും ബ്രിഡ്ജസുമാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഓക്കെ.